ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇതുപോലെ നമ്മൾ ഒരു ഷോർട്ട് നോട്ട്സ് പോലെ ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്, ആ ഒരു സീരീസിലെ ആദ്യത്തെ ക്ലാസ്സാണ്. നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ജലം ഐസാകുന്ന ഊഷ്മാവ്. ജലം ഐസാകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്രയാണ്? എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ സാന്ദ്രത കൂടുതൽ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് അഥവാ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് അഥവാ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സാധാരണ 37 ഡിഗ്രി എന്നാണ് പറയുക അല്ലേ. ഇതിൻ്റെ ആക്ച്വൽ എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരീരോഷ്മാവ്. പക്ഷികളുടെ ശരീരോഷ്മാവ് 41 ഡിഗ്രി സെൽഷ്യസ്. പക്ഷികളുടെ ശരീരോഷ്മാവ് 41 ഡിഗ്രി സെൽഷ്യസ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ്. 1063 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്വർണത്തിൻ്റെ ദ്രവണാങ്കം. ഓർത്തിരിക്കുക. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം, ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ്. 3410 ഡിഗ്രി സെൽഷ്യസ്. ഏതൊക്കെയാണ്? സ്വർണത്തിൻ്റെ ദ്രവണാങ്കം, ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. സ്വർണത്തിൻ്റെ എത്രയാണ്? 1063 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റണിൻ്റെ ആണെങ്കിലോ 3410 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, ഇതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഈ 63 എന്നുള്ളതിന് തിരിച്ചിട്ട് എന്താവും? 36 ആവും അല്ലേ. പക്ഷെ ഇവിടെ 36 അല്ല, 34 ആണ്. ബാക്കിയുള്ള 1010 എന്നുള്ളത് അതുപോലെ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 1063 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കമാണെങ്കിലോ 3410 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറിയുടെ ദ്രവണാങ്കം എത്ര? മെർക്കുറിയുടെ ദ്രവണാങ്കം -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. -39 ഡിഗ്രി സെൽഷ്യസ് ആണ് മെർക്കുറിയുടെ ദ്രവണാങ്കം. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എത്ര? സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. അതായത് 5500 അല്ലേ ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില. അപ്പോൾ സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവാണ് -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ജലം ഐസാകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് അഥവാ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ്. പക്ഷികളുടെ ശരീരോഷ്മാവ് 41 ഡിഗ്രി സെൽഷ്യസ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ്.
ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ്, മെർക്കുറിയുടെ ദ്രവണാങ്കം -39 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറിയുടെ ദ്രവണാങ്കം എത്രയാണ്? -39 ഡിഗ്രി സെൽഷ്യസ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവാണ് 273 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ്? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഊഷ്മാവ് എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, ഓരോന്നും എന്ത് തന്നെയാണ്? PYQ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് നോട്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നോട്ടുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അടുത്ത ക്ലാസ്സിൽ. താങ്ക്